ശിവ PSC പവർ പോയിൻറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഇന്ത്യൻ നവോത്ഥാന നായകരെക്കുറിച്ചുള്ളതാണ്. അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് രാജാറാം മോഹൻ റോയിയെക്കുറിച്ചാണ്. ഇന്ത്യയിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് രാജാറാം മോഹൻ റോയ്. ഇദ്ദേഹം ജനിച്ചത് 1772 1772 മെയ് 22 ബംഗാളിലെ രാധാനഗറിൽ രമാകാന്ത് റായിയുടെയും തരിണി ദേവിയുടെയും രണ്ടാമത്തെ പുത്രനായാണ് റാം മനോഹർ റോയ് ജനിച്ചത്. ബംഗാളിലെ ബ്രാഹ്മണ ധനിക കുടുംബമായിരുന്നു ഇദ്ദേഹത്തിൻ്റേത്. ഇദ്ദേഹത്തെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യൻ, ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ, ഫാദർ ഓഫ് ഇന്ത്യൻ റിക്കവറി, ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ്, ആധുനിക ഇന്ത്യയിലെ സ്ത്രീ വിമോചനത്തിൻ്റെ നേതാവ് തുടങ്ങിയ വിശേഷണങ്ങളിലെല്ലാം ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഇത്രയും വിശേഷണങ്ങളിൽ ഈ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന വിശേഷണം കൊടുത്തത് രവീന്ദ്രനാഥ ടാഗോറാണ്. അതുപോലെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇദ്ദേഹം നിരവധി ഭാഷകളിൽ പ്രാവീണ്യം നേടിയിരുന്നു. അതുപോലെ തന്നെ എല്ലാ മതങ്ങളെക്കുറിച്ചും ഇദ്ദേഹത്തിന് വ്യക്തമായൊരു ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എല്ലാ മതങ്ങളെയും കുറിച്ചുള്ള താരതമ്യ പഠനവും ഇദ്ദേഹം നടത്തിയിരുന്നു. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും പാശ്ചാത്യ ആശയങ്ങളുടെയും നല്ല വശങ്ങൾ ഉൾപ്പെടുത്തി ഒരു പാശ്ചാത്യ പൗരസ്ത്യ സാംസ്കാരിക സമ്മിശ്രം ഉണ്ടാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹം വിഗ്രഹാരാധന അതിനോടൊക്കെ ഇദ്ദേഹത്തിന് എതിർപ്പായിരുന്നു. അതുമാത്രമല്ല ബഹുദൈവ വിശ്വാസം, ശിശുഹത്യ, സതി, ശൈശവ വിവാഹം, ജാതീയത എന്നിവയിലെല്ലാം ഇദ്ദേഹം ശക്തമായി എതിർത്തിരുന്നു. ഇദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഒരു 10 വർഷക്കാലം ജോലി ചെയ്തിരുന്നു. മൂർഷിദാബാദ് അപ്പലേറ്റ് കോർട്ടിലായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മൂർഷിദാബാദ് അപ്പലേറ്റ് കോർട്ടിലായിരുന്നു സ്വകാര്യ ഗുമസ്തനായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. 1803 മുതൽ 1814 വരെയാണ് അദ്ദേഹം ഇങ്ങനെ ഗുമസ്തനായി ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഭരണത്തോടും പാശ്ചാത്യ വിദ്യാഭ്യാസ ദാർശനിക ചിന്തകളോടും വളരെയധികം ഇദ്ദേഹത്തിന് പ്രതിപത്തി ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യൻ സമൂഹത്തിന് ഗുണകരമായ മാറ്റം കൊണ്ടുവരുമെന്ന് അദ്ദേഹം കരുതിയിരുന്നു. എന്നാൽ ഇദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഈ ജോലി ഉപേക്ഷിച്ച് സാമൂഹിക പരിഷ്കരണ രംഗത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. റാം മോഹൻ റോയിക്ക് രാജ എന്ന ബഹുമതി നൽകിയത് മുഗൾ ചക്രവർത്തിയായ അക്ബർ രണ്ടാമനാണ്. അക്ബർ രണ്ടാമനാണ് ഇദ്ദേഹത്തിന് രാജ എന്ന് ബഹുമതി നൽകിയത്. അങ്ങനെയാണ് ഇദ്ദേഹം രാജാറാം മോഹൻ റോയ് എന്ന പേര് ഇദ്ദേഹത്തിന് ലഭിച്ചത്. റാം മോഹൻ റോയ് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. മുഗൾ ചക്രവർത്തിയായ അക്ബർ രണ്ടാമനാണ് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ ബഹുമതിയായി രാജ എന്നൊരു ബഹുമതി അദ്ദേഹത്തിന് കൊടുത്തത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് രാജാറാം മോഹൻ റോയ് എന്ന് ആയത്. ഇനി 1833 രാജാറാം മോഹൻ റോയ് 1828 റാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസഭ, അദ്ദേഹം സ്ഥാപിച്ചതാണ് ബ്രഹ്മസഭ. ബ്രഹ്മസഭ സ്ഥാപിച്ചതെന്നാണ് 1828 ബ്രഹ്മസഭ അദ്ദേഹം സ്ഥാപിച്ചത്. ഈ ബ്രഹ്മസഭ 1830 മുതൽ ബ്രഹ്മസമാജം എന്ന പേരിലാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. ഈ ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത് താരാചന്ദ് ചക്രവർത്തിയാണ്. ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത് താരാചന്ദ് ചക്രവർത്തിയാണ്. ഈ 1833 രാജാറാം മോഹൻ റോയുടെ മരണത്തെ തുടർന്ന് ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ നേതൃത്വത്തിലായി. അദ്ദേഹം അതിനെ ആദി ബ്രഹ്മസമാജം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇനി അതുപോലെ തന്നെ 1815 കൽക്കട്ടയിൽ ആത്മീയ സഭ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. 1815 കൽക്കട്ടയിൽ ആത്മീയ സഭ സ്ഥാപിച്ചു.
ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗം ഉപേക്ഷിച്ച് കൽക്കട്ടയിൽ തിരിച്ചെത്തിയ രാജാറാം മോഹൻ റോയ് സമാന ചിന്താഗതിക്കാരായ യുവാക്കളെ കൂട്ടി. ഇദ്ദേഹത്തിൻ്റെ ചിന്തകളുമായിട്ടൊക്കെ യോജിച്ചു നിൽക്കുന്ന ആ ചിന്തകളുള്ള യുവാക്കളെ കൂട്ടി 1815 കൽക്കത്തയിലാണ് ഈ ആത്മീയ സഭ സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു ഈ ആത്മീയ സഭ എന്ന് പറയുന്നത്. ഹിന്ദുമതത്തിലെ ബഹുദൈവ വിശ്വാസത്തിന് പകരമായി ഏകദൈവ വിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നതിനാണ് ആത്മീയ സഭ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചത്. ഇനി അടുത്തത് പറയുന്നത് രാജാറാം മോഹൻ റോയുടെ ശ്രമഫലമായാണ് 1829 നവംബർ 26 സതി എന്ന ദുരാചാരം നിർത്തലാക്കിയത്. എന്നാണ് 1829 നവംബർ 26 അത് നിർത്തലാക്കിയതായി പ്രഖ്യാപിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് ആരാണെന്നറിയാവോ? അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായ വില്യം ബെൻഡിക്കാണ് സതി നിർത്തലാക്കിയ ഉത്തരവ് പുറപ്പെടുവിച്ചത്. സതി സമ്പ്രദായം നിർത്തലാക്കാൻ വില്യം ബെൻഡിക്കിനെ ഏറെ സ്വാധീനിച്ച സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയിയാണ്. അതായത് രാജാറാം മോഹൻ റോയിയുടെ മൂത്ത സഹോദരൻ മരണപ്പെട്ടപ്പോൾ ഈ സഹോദരൻ്റെ ഭാര്യ സതി അനുഷ്ഠിച്ചത് ഈ രാജാറാം മോഹൻ റോയ് കാണുകയുണ്ടായി. രാജാറാം മോഹൻ റോയ് അതിനൊരു ദൃക്സാക്ഷിയായിരുന്നു. ആ സംഭവത്തെ തുടർന്നാണ് സതി സമ്പ്രദായത്തിൻ്റെ കടുത്ത വിമർശകനായിട്ട് അദ്ദേഹം മാറിയതും അതിനെതിരെ പ്രവർത്തിക്കാൻ അദ്ദേഹം തീരുമാനിച്ചതും. ഇനി അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1821 ബംഗാളി ഭാഷയിൽ സംവാദ് കൗമുദി എന്ന പത്രവും 1822 പേർഷ്യൻ ഭാഷയിൽ മിറാത്ത് ഉൽ അക്ബർ എന്ന പത്രവും പുറത്തിറക്കി. തത്വകൗമുദി എന്നത് മോഹൻ റോയ് തുടങ്ങിയ ഒരു വാരികയായിരുന്നു. വാരികയുടെ പേരാണ് തത്വകൗമുദി. ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മോഹൻ റോയുടെ ആദ്യ പുസ്തകം 1805 പുറത്തിറങ്ങിയ തുഹഫത്ത് ഉൾ മുവാഹിദ്ദീൻ അഥവാ ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്ന പേർഷ്യൻ ഭാഷയിലെ പ്രബന്ധമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം എന്ന് പറയുന്നത്. ഇനി ഉള്ള അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് ജീസസിൻ്റെ കൽപ്പനകൾ എന്ന് പറയുന്നത്. ഇതാണ് ജീസസിൻ്റെ കൽപ്പനകൾ. അതായത് ഇസ്ലാമിലെയും ക്രൈസ്തവ മതത്തിലെയും ഏകദൈവ വിശ്വാസ സങ്കല്പങ്ങളോട് വളരെയധികം മമതയും ബഹുമാനവും റായിക്കുണ്ടായിരുന്നു. പല ഭാഷകൾ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പല ഭാഷകളിൽ അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല മതത്തെക്കുറിച്ചുള്ള പാണ്ഡിത്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരു മതം മാത്രമല്ല, എല്ലാ മതത്തിനും അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. അതിന് അത്രയും പാണ്ഡിത്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ കൃതി ജീസസിൻ്റെ കൽപ്പനകൾ എന്ന് പറയുന്ന കൃതി. ഇനി അടുത്തത് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനാണ്. ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ്. 1830 ഇന്ത്യയിലെ മുഗൾ രാജാവായിരുന്ന അക്ബർ രണ്ടാമന് ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകി വരുന്ന സഹായധനം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നതിനും ഇന്ത്യയിലെ സാമൂഹിക പ്രശ്നങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് മുഗൾ രാജാവിൻ്റെ അംബാസഡറായിട്ടാണ് റായ് ഇംഗ്ലണ്ട് സന്ദർശിച്ചത്. അതാണ് മുഗൾ രാജാവ് അക്ബർ രണ്ടാമൻ്റെ അംബാസഡറായിട്ട്. അതായത് ആവശ്യം എന്തായിരുന്നു? മുഗൾ രാജാവായിരുന്ന അക്ബർ രണ്ടാമന് ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകി വരുന്ന സഹായധനം വർദ്ധിപ്പിക്കണം. പിന്നീട് ഇന്ത്യയിലെ സാമൂഹിക പ്രശ്നങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഈ ആവശ്യങ്ങളുമായിട്ട് ഈ അക്ബർ രണ്ടാമൻ്റെ അംബാസഡറായിട്ടാണ് റായ് 1830 ഇംഗ്ലണ്ട് സന്ദർശിച്ചത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമാണ് മോഡേൺ എൻക്രോച്ച്മെൻറ്റ് ഓഫ് ആൻഷ്യൻ്റ് റൈറ്റ്സ് ഓഫ് ഫീമെയിൽ എന്നത്.
ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു ലേഖനമാണ്. അതായത് ഇന്ത്യയിലെ സ്ത്രീകളുടെ അവകാശത്തിനായിട്ട് ശബ്ദമുയർത്തിയ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവാണ് റായി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അദ്ദേഹം ഒരുപാട് സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. ഇദ്ദേഹം 1833 സെപ്റ്റംബർ 27 ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിൽ വെച്ച് മരണമടഞ്ഞു. ഇദ്ദേഹത്തെ